റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ഇന്ധനം പകർന്നത് ഇന്ത്യയാണ് എന്ന ആരോപണം തള്ളി യുഎസ് റിപ്പോർട്ട്. യുഎസ് ഡെപ്യൂട്ടി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ക്രിസ്റ്റഫർ ലാൻഡോ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹം പറയുന്നതനുസരിച്ച് യൂറോപ്യൻ രാഷ്ട്രങ്ങളാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കൂടുതൽ പിന്തുണ നൽകിയതെന്നതാണ്. മാത്രമല്ല, റഷ്യയിൽ നിന്ന് വൻതോതിൽ എണ്ണ ഇറക്കുമതി ചെയ്ത പുടിന്റെ യുദ്ധ മെഷീനിൽ നിന്നത് ഇന്ത്യയാണ് എന്നതും, അത് മാത്രമല്ല ഇന്ത്യയാണ് ഇന്ധനം പകരുന്നതെന്ന് ഏറെക്കാലം മുൻപേ വരെ തന്നെ യുഎസ് ആരോപണം ഉന്നയിച്ച് രംഗത്തുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു ആരോപണം അവർ തിരുത്തിക്കൊണ്ടാണ് രംഗത്ത് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ കണക്കുകളാണ് യുഎസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ത്യയല്ല, റഷ്യയുടെ യുദ്ധത്തെ ശരിക്കും പിന്തുണച്ചത് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ തന്നെയാണെന്നതാണ് ഈ കണക്കുകളുമായി തന്നെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ ഈ ആഴ്ച താൻ നടത്തുന്ന യൂറോപ്യൻ സന്ദർശനത്തിന് മുന്നോടിയായി തന്നെ ലാൻഡോ ആകട്ടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനോട് ഒരു കണക്ക് ചോദിച്ചിരുന്നു. റഷ്യ യുക്രൈനെതിരെ യുദ്ധം ആരംഭിച്ച 2022 ഫെബ്രുവരി മുതൽ ഡൊണാൾഡ് ട്രംപ് യുഎസ് പ്രസിഡന്റായി വീണ്ടും സ്ഥാനമേറ്റ 2025 ജനുവരി വരെ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ യുക്രൈന് നൽകിയ സാമ്പത്തിക പിന്തുണയുടെയും ഈ രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് വാങ്ങിയ എണ്ണയുടെയും കണക്കുകളായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഈ രാജ്യങ്ങളിലുള്ള മിക്കവയും എല്ലാം തന്നെ റഷ്യയാണ് എന്ന് പിന്തുണച്ച് തന്നെ കണക്കുകൾ കൊണ്ട് താൻ ആശ്ചര്യപ്പെട്ടുവെന്ന് ക്രിസ്റ്റഫർ ലാൻഡോ പറയുകയും ചെയ്തു. അതേസമയം അദ്ദേഹം എക്സിൽ കണക്കുകൾ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 1 ബില്യണിലധികം തന്നെ നിലവിലെ വിനിമയ നിരക്ക് പ്രകാരം അത് ഏകദേശം 9,000 കോടി രൂപയാണ്. ആ സഹായമാകട്ടെ യുക്രൈന് നൽകിയതോ 1 ബില്യണിലധികം തുകയ്ക്ക് റഷ്യ ഊർജ്ജ ഉൽപ്പന്നങ്ങൾ വാങ്ങിയതോ ആയ രാജ്യങ്ങളുടെ കണക്കുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. വായ്പകളും ഗ്രാന്റുകളും ചേരുന്നതാണ് സാമ്പത്തിക സഹായം, അതായത് ഫിനാൻഷ്യൽ എയ്ഡ്. അത് ജർമ്മനി, നെതർലാൻഡ്സ്, ഫ്രാൻസ്, പോളണ്ട്, ഫിൻലാൻഡ്, അതേപോലെ തന്നെ ഇറ്റലി, ബെൽജിയം, സ്പെയിൻ, ലിത്വാനിയ, അതേപോലെ മറ്റ് ഗ്രീസ്, തുർക്കി എന്നീ രാജ്യങ്ങൾ എല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നവയാണ്. അതായത് യുക്രൈന് സഹായത്തിനേക്കാൾ വലിയ തുകകളാണ് റഷ്യൻ എണ്ണയും മറ്റും വാങ്ങിയത് അത് പുറത്തുവിടുന്ന ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ക്രിസ്റ്റഫർ ലാൻഡോ ആകട്ടെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം തന്നെ പല രാജ്യങ്ങളും 5 ബില്യണിൽ താഴെ തന്നെ സഹായമാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ റഷ്യയിൽ നിന്ന് 5 മുതൽ 30 ബില്യണിലധികം വരെ തുർക്കി എണ്ണ ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ UK, സ്വീഡൻ, നോർവ എന്നിവ റഷ്യൻ എണ്ണയും മറ്റും വാങ്ങിയില്ലെങ്കിലും അതിനേക്കാൾ ഏറെ തന്നെ സഹായം യുക്രൈന് നൽകുന്നുണ്ട്. ഡെൻമാർക്ക്, സ്വിറ്റ്സർലാൻഡ് എന്നിവ കാര്യമായ പിന്തുണ റഷ്യക്ക് നൽകിയിട്ടില്ല. ഇവർ ഏറെക്കുറെ തന്നെ യുക്രൈനെ സഹായിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. യുക്രൈനെതിരായ പുടിന്റെ യുദ്ധത്തെ എണ്ണ വൻതോതിൽ വാങ്ങി പിന്തുണയ്ക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യക്ക് മേൽ യുഎസ് 50% തീരുവ ചുമത്തിയത്. ഈ കാരണം ചൂണ്ടിക്കാട്ടി പ്രസിഡന്റ് ട്രംപ് ആകട്ടെ പിഴച്ചുങ്കം അവിടെ അടിച്ചേൽപ്പിച്ച ഏക രാജ്യവും ഇന്ത്യ തന്നെയാണ്. യുദ്ധം ആരംഭിച്ച 2022 ഫെബ്രുവരിക്ക് ശേഷമായിരുന്നു ഇന്ത്യ വൻതോതിൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങി തുടങ്ങിയതെന്നും ഇതാണ് പുടിന് അവിടെ കരുത്തായതുമായിരുന്നു എന്നതാണ് യുഎസിന്റെ വാദം. എന്നാൽ ക്രിസ്റ്റഫർ ലാൻഡോയുടെ കണക്കുകൾ അമേരിക്കയുടെ ഈ വാദത്തെ പൊളിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.